കഥാമൃതം. വിക്രമാദിത്യ കഥകൾ. വിക്രമാദിത്യ കഥകൾക്ക് ഇന്നും വളരെ പ്രചാരമുണ്ട്. കഥാപുസ്തകങ്ങളിലൂടെയും കുട്ടികൾക്കുള്ള പരമ്പരകളിലൂടെയും ഇവ ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നു. 70കളിലെയും 80കളിലെയും കുട്ടികൾ അമ്പിളി അമ്മാവൻ എന്ന പുസ്തകത്തിലൂടെ ആയിരിക്കും വിക്രമാദിത്യ രാജാവിനെ അറിഞ്ഞിട്ടുണ്ടാകുക. അതിലെ വിക്രമാദിത്യ രാജാവ് വേതാളത്തെ തോളിലെടുത്ത് വലത് കൈയിൽ ഖഡ്ഗവുമായി നിൽക്കുന്ന ചിത്രം ആരുടെയും മനസ്സിൽ നിന്ന് അത്ര വേഗം മാഞ്ഞു പോകില്ല. ഉജ്ജയിനിയിലെ രാജാവായിരുന്നു വിക്രമാദിത്യൻ എന്നാണ് ഐതിഹ്യം. ശ്രീ ഭദ്രകാളിയുടെ ഉപാസകനായിരുന്ന അദ്ദേഹം ധൈര്യശാലിയും അമാനുഷ പ്രഭാവനും വീരപരാക്രമിയുമായിരുന്നു. അത്ഭുത സിദ്ധികൾ സ്വായത്തമാക്കിയിരുന്ന അദ്ദേഹം ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുകയും അനേകം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. 11ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിലാണ് വിക്രമാദിത്യ കഥകൾ പ്രചാരത്തിലായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളെയും ഇന്നും ഈ കഥകൾ ആകർഷിച്ചു പോരുന്നു. വിക്രമാദിത്യ കഥകൾ ഇതുവരെ കേൾക്കാത്തവർക്കും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമായി ഇവിടെ അവതരിപ്പിക്കുന്നു. വിക്രമാദിത്യ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഭോജരാജാവിൻ്റെ കഥയിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ഉചിതം. ഭോജരാജാവിൻ്റെ കഥ. സമുദ്രമേഖലയായ ജംബുദ്വീപിൽ ധർമ്മപുരം എന്നൊരു രാജധാനി ഉണ്ടായിരുന്നു. അത് സമ്പത്ത്, യശസ്, പുഷ്പവാടികൾ, സൗഖ്യ സമൃദ്ധികൾ, സൗധ പരമ്പരകൾ, സുഖാനുഭോഗങ്ങൾ എന്നിവ കൊണ്ട് സ്വർഗത്തെയും അതിശയിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഇന്ദ്രപുരമായ അമരാവതിയെ വെല്ലുന്ന ആ നഗരത്തിൽ ഭോജൻ എന്നു പേരോടുകൂടിയ ഒരു മഹാരാജാവ് രാജധർമ്മമനുസരിച്ച് പ്രജാപരിപാലനം ചെയ്തിരുന്നു. ഇങ്ങനെ പ്രജാപരിപാലന തൽപരനായ ആ ഭോജ മഹാരാജാവ് ഒരു ദിവസം തൻ്റെ പ്രധാനമന്ത്രിയായ പ്രഭാകരനെ വിളിച്ച് ഇങ്ങനെ ആജ്ഞാപിച്ചു: നാം കുറേ നാളായി മൃഗയാ വിനോദത്തിൽ ഏർപ്പെടണമെന്ന് വിചാരിക്കുന്നു. അതിന് ഇതുവരെ തരപ്പെട്ടില്ല. ഇപ്പോൾ നമ്മുടെ അഭിലാഷം നിറവേറ്റാൻ പുറപ്പെടുന്നതിൽ എന്താണ് വിരോധം? ഒരു വിരോധമില്ല. ഇപ്പോൾ തന്നെ അതിലേക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ് എന്നു പറഞ്ഞ് അല്പസമയം കൊണ്ട് പ്രഭാകരൻ നായാട്ടിന് പുറപ്പെടുന്നതിനുള്ള സകല ഒരുക്കങ്ങളും ചെയ്ത് ഇനി പുറപ്പെടാം എന്ന് രാജാവിനോട് അറിയിച്ചു. ഉടൻ തന്നെ രാജാവും മന്ത്രി പ്രഭാകരനും ചതുരംഗ സൈന്യങ്ങളോടും നായാട്ടിൽ സമർത്ഥരായ ഏതാനും പൗരന്മാരോടും കൂടി യാത്രയായി. അന്ന് തന്നെ അവർ രാജ്യത്തിൻ്റെ പൂർവ്വതീരത്തോടടുത്തുള്ള ആരണ്യത്തിലെത്തി. പല മൃഗങ്ങളെയും വേട്ടയാടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി. അന്നു രാത്രി ആ വനത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വസിച്ച ശേഷം അടുത്ത ദിവസം എല്ലാവരുമായി ധർമ്മപുരത്തേക്ക് മടങ്ങി. വരുന്ന വഴിയിൽ അതിസമൃദ്ധമായി ഫലങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു തോട്ടവും അതിൻ്റെ പരിരക്ഷണത്തിനായി വൃക്ഷങ്ങളിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ഏറുമാടത്തിലിരിക്കുന്ന ഒരു ബ്രാഹ്മണനെയും കണ്ടു. ഭോജരാജ സംഘത്തെ കണ്ട് ആ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ യാത്രക്കാരെ, നിങ്ങൾ യാത്രയാൽ ക്ഷീണിതരാണെന്ന് വിശപ്പും ദാഹവും കൊണ്ടുവാടിയ നിങ്ങളുടെ മുഖങ്ങൾ നമ്മെ അറിയിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ കടന്ന് മധുരങ്ങളായ ഫലങ്ങൾ യഥേഷ്ടം കഴിക്കാവുന്നതാണ്. ഈ തോട്ടത്തിനുള്ളിലൂടെ പ്രവഹിക്കുന്ന അരുവികളിലെ ജലത്താൽ നിങ്ങളുടെ ദാഹവും തീർത്ത് വിശ്രമിച്ചു പോകാം. അവർ യഥാർത്ഥത്തിൽ തലേ ദിവസത്തെ വേട്ടയിൽ തളർന്നും ആഹാരനിദ്രാദികളില്ലാകിയാൽ ക്ഷീണിതരുമായിരുന്നു. അതിനാൽ ബ്രാഹ്മണന്റെ ക്ഷണം അവർ സ്വീകരിച്ച് ഉടൻ തന്നെ തോട്ടത്തിൽ കയറി യഥേഷ്ടം ഫലമൂലങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ ഏറുമാടം വിട്ടിറങ്ങി അവരെ നോക്കി, അയ്യോ, എൻ്റെ തോട്ടത്തിൽ കള്ളന്മാർ കയറി എൻ്റെ സകല സാധനങ്ങളും നശിപ്പിക്കുന്നേ എന്ന് നിലവിളിച്ചു. ഇത് കേട്ട് അവർ വിഷണരായി നിന്നു. ഇതെന്ത് വിചിത്രമാണ്! ഈ സാധു ബ്രാഹ്മണൻ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കുകയോ? ഞങ്ങൾ ആവശ്യപ്പെടാതെയല്ലേ ക്ഷണിച്ചത്? ഈ ബ്രാഹ്മണന് ബുദ്ധിഭ്രമമുണ്ടോ? ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭോജരാജാവും കൂട്ടരും ആ തോട്ടം വിട്ടിറങ്ങി. ഉടൻ തന്നെ ബ്രാഹ്മണൻ ഏറുമാടത്തിൽ കയറിയിരുന്ന് അവരെ വീണ്ടും ക്ഷണിച്ചു. നിങ്ങൾ എന്താണ് വിശപ്പും ദാഹവും യഥേഷ്ടം തീർക്കുന്നതിന് മുമ്പ് യാത്രയാകുന്നത്? ഇങ്ങനെയുള്ള ബ്രാഹ്മണന്റെ ചാബല്യം ഓർത്ത് ഭോജരാജാദികൾ ഏറെ വിസ്മയരായി. ഇതെന്ത് കഥയാണ്? ഈ ബ്രാഹ്മണൻ ഏറുമാടത്തിൽ കയറിയിരിക്കുമ്പോൾ മാന്യനായും അത് വിട്ടിറങ്ങുമ്പോൾ ക്രൂരനായും സംസാരിക്കുന്നു. ഈ വിചിത്ര സ്വഭാവത്തിന് തക്കതായ കാരണമുണ്ടായിരിക്കണം. ഇങ്ങനെ ചിന്തിച്ച് പ്രഭാകരനുമായി മന്ത്രിച്ച് ആ ഏറുമാടത്തിൻ്റെ കീഴിൽ എന്തോ ഒരു സാരമുണ്ടെന്നും അത് പരീക്ഷിച്ചറിയണമെന്നും രാജാവ് തീർച്ചയാക്കി. അതിനായി ആ തോട്ടം തന്നെ വിലയ്ക്ക് വാങ്ങണമെന്നുദ്ദേശിച്ച് ബ്രാഹ്മണനോട് ചോദിച്ചു. ബ്രാഹ്മണൻ ഇവരുടെ ആവശ്യം മനസ്സിലാവുകയാൽ ആ രാജാവിനോട് ഒരു ചെറിയ ഗ്രാമവും ആ തോട്ടത്തിൻ്റെ വിലയും വാങ്ങി അത് അവർക്ക് കൊടുത്ത് അവിടെ വിട്ടുപോയി.
ഭോജരാജാവും മന്ത്രിയും കൂടി സൈന്യങ്ങളെയും പൗരന്മാരെയും കൊണ്ട് ആ ഏറുമാടത്തിൻ്റെ തറ കുഴിച്ചു നോക്കി. കുറച്ചധികം താഴ്ന്നപ്പോൾ ഒരു സിംഹാസനം കണ്ടെത്തി. അനന്തരം ആ സൈന്യങ്ങളും പരിവാരങ്ങളും കൂടി ആ സിംഹാസനം എടുത്ത് ധർമ്മപുരത്തെത്തി സിംഹാസന മണ്ഡപത്തിൽ കൊണ്ടുവച്ചു. ആ വിശേഷപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരുന്ന് രാജ്യപരിപാലനം ചെയ്യാമെന്ന് കരുതി ജ്യോതിഷക്കാരെ വരുത്തി ഒരു ശുഭമുഹൂർത്തം നിശ്ചയിച്ചു. മുഹൂർത്തമെടുത്തപ്പോൾ സകല പൗരന്മാരും രാജമന്ദിരത്തിൽ ഹാജരുണ്ടായിരുന്നു. ഗന്ധപുഷ്പ ധൂപ നിവേദ്യങ്ങളാൽ ആ സിംഹാസനത്തെ പൂജിച്ച് ഭോജരാജാവ് സിംഹാസനത്തിൽ കയറാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ജയഭേരികളും കർണപുടങ്ങളെ ഭേദിക്കുന്ന മേഘഗർജനം പോലുള്ള വെടിയുടെ മുഴക്കത്തിലും ആ രാജ്യം സർവത്ര ഒന്ന് ഇളകി മറിഞ്ഞു. ഭോജരാജാവ് ആ സിംഹാസനത്തിൽ കയറുന്നതിന് ഒന്നാമത്തെ പടിയിൽ കാലെടുത്തു വച്ചു. അപ്പോൾ ആ സിംഹാസനത്തിൻ്റെ പടികളിൽ നിർത്തിയിട്ടുള്ള സാലഭഞ്ജികകൾ ഒന്നായി കൈകൊട്ടി ചിരിച്ചു. ഇവയുടെ ഈ പ്രവൃത്തിയിൽ അല്പനേരത്തേക്ക് ഭോജരാജാവ് ശിലാഖണ്ഡം പോലെ നിശ്ചേഷ്ടനായി നിന്നുപോയി. അനന്തരം ഭോജരാജാവ് സാലഭഞ്ജികകളെ നോക്കി ഇങ്ങനെ ചോദിച്ചു: ഹേ സാലഭഞ്ജികകളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിച്ചത്? ഇവിടെ അതിശയനീയമായ എന്ത് കഥയാണ് നടന്നത് എന്ന് വിവരം ധരിപ്പിക്കുക. അതിന് ഉത്തരമായി ഒന്നാമത്തെ പടിയിൽ നിൽക്കുന്ന സാലഭഞ്ജിക രാജാവിനെ നോക്കി: ഹേ ഭോജരാജാവേ, അങ്ങ് ഈ സിംഹാസനത്തിൽ കയറാൻ അല്പം പോലും ആലോചിക്കാതിരുന്നത് എന്താണ്? ഇതിൽ കയറിയാൽ താങ്കളുടെ ശിരസ് പൊട്ടി ശിഥിലീഭവിക്കും. ഈ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യപരിപാലനം നടത്തിയത് പ്രസിദ്ധനായ വിക്രമാദിത്യ മഹാരാജാവാണ്. ആ രാജാവിൻ്റെ ബുദ്ധിവൈചിത്ര്യവും കലാശാസ്ത്രങ്ങളിലുള്ള അദ്വിതീയമായ പരിജ്ഞാനവും ഭാഷാജ്ഞാനവും ഇന്ദ്രജാലം മുതലായ ജാലവിദ്യാഗ്രഹണവും അഷ്ടസിദ്ധിയും ദേവതാത്വവും അദ്ദേഹത്തിൻ്റെ യശസ്തംഭത്തിൻ്റെ അടിസ്ഥാന ചിഹ്നങ്ങളായി ശോഭിക്കുന്നുണ്ട്. ആ രാജാവും മന്ത്രിയായ ഭട്ടിയും കൂടി 2000 സംവത്സരം രാജ്യപരിപാലനം ചെയ്ത് 56 രാജാക്കന്മാരുടെയും നായകത്വമായ ഏകഛത്രാധിപത്യത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള മഹിമ താങ്കൾക്കുണ്ടെങ്കിലല്ലാതെ ഈ സിംഹാസനത്തിൽ കയറിയിരുന്ന് രാജ്യപരിപാലനം ചെയ്യാനാവില്ല. ഇപ്രകാരം വിക്രമാദിത്യൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രശംസിച്ച കലാവതി എന്ന ഒന്നാമത്തെ സാലഭഞ്ജികയുടെ വാക്കുകൾ കേട്ട് ഭോജരാജാവ് ചോദിച്ചു: ഇങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചത് കൊണ്ട് തീരുന്നില്ല. ആ രാജശിഖാമണിയുടെ രാജ്യം, ശൗര്യം, പരാക്രമം മുതലായ സകല വസ്തുതകളും എനിക്കറിയേണ്ടിയിരിക്കുന്നതിനാൽ അത് വിവരിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. ആ അപേക്ഷ കലാവതി എന്ന പ്രതിമ സ്വീകരിച്ച് വിക്രമാദിത്യൻ്റെ ജനനം മുതൽ ശാലിവാഹനൻ്റെ രാജ്യപ്രാപ്തി വരെയും വിക്രമാദിത്യൻ്റെ മരണം വരെയുമുള്ള ചരിത്രങ്ങൾ പറഞ്ഞു തുടങ്ങി. കലാവതി എന്ന ഒന്നാമത്തെ സാലഭഞ്ജിക പറയുന്ന കഥ അടുത്ത ലക്കത്തിൽ.